ഹായ് ഫ്രണ്ട്സ്, സുബുജു പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ കൗണ്ട് ഫംഗ്ഷനെ കുറിച്ചാണ്. എന്തിനാണ് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഒരു റേഞ്ച് ഓഫ് സെല്ലുകൾക്കകത്ത് എത്ര ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ എണ്ണം എത്രയാണ് എന്ന് അറിയുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കോളത്തിൽ വാല്യൂസ് എന്ന് പറയുന്ന കോളത്തിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഓഫ് സെല്ല് അല്ലെങ്കിൽ ഇത്രയും സെല്ലുകൾക്കകത്ത് എത്ര നമ്പറുകളാണ് ഉള്ളത്, അതിൻ്റെ എണ്ണം നമുക്കറിയണം. സോ ഈ കൗണ്ട് എന്ന് പറയുന്ന സെല്ല് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെല്ല് ആക്റ്റീവ് ആക്കുക. ദെൻ ഈക്വൽ ടു സിമ്പിൾ ഇടുക. ഏതൊരു ഫോർമുല ആയാലും ഫംഗ്ഷൻ ആയാലും അത് എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. ശേഷം കൗണ്ട് ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക, കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് കേസ് സെൻസിറ്റീവ് ഒന്നുമല്ല, ക്യാപിറ്റൽ ലെറ്ററിലായാലും സ്മോൾ ലെറ്ററിലായാലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് സെല്ലുകൾക്കകത്തുള്ള വാല്യൂസ് ആണോ നമുക്ക് വാല്യൂസിൻ്റെ ആണോ എണ്ണം എടുക്കേണ്ടത്, അത്രയും സെല്ലുകൾ ഒരുമിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ സെല്ലുകളുടെ റേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. G3:G13 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് കാണാൻ സാധിക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടോ 11 എന്ന് വന്നു. അതായത് ഇവിടെ വാല്യൂസ് എന്ന് പറയുന്ന കോളത്തിൽ 11 എണ്ണം ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ നമ്പറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ എണ്ണമാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. നമ്മൾ വലിയ റിപ്പോർട്ടുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഇത്തരത്തിലുള്ള സെല്ലുകൾക്കകത്തുള്ള വാല്യൂസിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളത് നമ്മൾ മാനുവലി ഇരുന്ന് എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിൽ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഒരു കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകളുടെ എണ്ണം എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സാധാരണ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഉള്ള ടെക്സ്റ്റുകൾ ഏതെങ്കിലും സെല്ലുകൾക്കകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓൺലി ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ള സെല്ലുകളുടെ എണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിവിടെ 10 എന്ന് കൊടുത്തു. തൊട്ട് താഴത്തെ സെല്ലിൽ ഞാൻ എ എന്ന് പറയുന്ന ആൽഫബറ്റിക്കൽ ക്യാരക്ടർ ടൈപ്പ് ചെയ്തു. തൊട്ട് താഴെ ഞാൻ 20 കൊടുത്തു. ദെൻ നമുക്കിതിൻ്റെ കൗണ്ട് ഒന്ന് എടുക്കാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈക്വൽ ടു കൗണ്ട് ഫംഗ്ഷൻ കൊടുക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ വാല്യൂസ് കിടക്കുന്ന റേഞ്ച് സെലക്ട് ചെയ്തു. ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുത്തു. ഇവിടെ 2 എന്നുള്ള ആ ഒരു നമ്പറാണ് എനിക്ക് കിട്ടിയത്. അതായത് കൗണ്ട് ഫംഗ്ഷൻ ഒരു കാരണവശാലും ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യില്ല, എടുക്കില്ല. അവിടെ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൗണ്ട് ചെയ്യുകയുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഒട്ടനേകം ഫംഗ്ഷൻസ് ഉണ്ട്. അത്തരം ഫംഗ്ഷൻസിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ മറ്റെന്തെങ്കിലും ടെക്നിക്കിനെ കുറിച്ചോ വിഷയത്തെക്കുറിച്ചോ ഒക്കെ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.